ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോസിൽ പറയുന്നത് പോലെ എല്ലാവരും അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ്സും ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരിക. പേപ്പർ ടെക്നിക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ കുറേ നാളായിട്ട് നമ്മളിൽ ഇൻജെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു ശീലമുണ്ട്. അതായത് ഞാനൊരു ഇക്വേഷൻ വൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റി നമ്മുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം. അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ഇപ്പോൾ ഞാനിത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഓക്കെ. അപ്പോൾ ഒരു സിനിമ കണ്ടു, അതായത് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. ആ ഒരു സിനിമ ഞാൻ നേരത്തെ കണ്ടിരുന്നപ്പോൾ ഞാൻ ശരിക്കും അത് കണ്ടിരുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ ഒരു സിനിമ. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരമ്മയായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ആ ഒരു സിനിമ എനിക്ക് എവിടെയൊക്കെയോ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. പലരുടെയും ജീവിതാനുഭവങ്ങളായിട്ട് ചിലതിൽ നമ്മളെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു തവണയെങ്കിലും ആ ഒരു ഫിലിം ഒന്ന് കാണണം. അത് തമിഴിലും റീമേക്ക് ഉണ്ട്, അതിൻ്റെ മലയാളവും ഉണ്ട്. ഏത് വേണമെങ്കിലും കാണാം. ഞാൻ മലയാളമാണ് കണ്ടത് കേട്ടോ. അപ്പം അതിൽ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം മാറുന്നു എന്നുള്ളതും അവളുടെ എന്തൊക്കെ കാര്യങ്ങൾ അവൾ വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതും, ആർക്ക് വേണ്ടിയാണോ അതൊക്കെ വേണ്ടാന്ന് വെച്ചത് അവർക്ക് പോലും അവളെ ഒരു വിലയില്ലാതെ ആകുന്നതും, സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഹസ്ബൻഡ് ഒട്ടും സപ്പോർട്ടീവ് അല്ലാതെ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു ഫിലിമാണത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കാണണം കേട്ടോ. അതിൽ പറയുന്ന പല വാക്കുകളും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു ചേഞ്ച് ആ ഒരു ഫിലിമിന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, ഉറപ്പായിട്ടും. അതിനകത്ത് പഴയ ഫ്രണ്ടായ കനിഹേനെ മീറ്റ് ചെയ്യുമ്പോൾ കനിഹ മഞ്ജു വാര്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 15 വർഷത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ മരണം, അതിനുശേഷം അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തു, ഗവൺമെൻറ് ജോലിയാണ്. അപ്പം പിന്നെ കല്യാണം കഴിയുന്നു, കുഞ്ഞുണ്ടാകുന്നു, മകളുണ്ടാകുന്നു. അപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷം ആ ഒരു 15 വർഷത്തെ ശീലങ്ങൾ, ആ പണ്ടത്തെ അത്രയും ബോൾഡായിരുന്ന ആ ഒരു നിരുപമയെ, അതായത് സ്വന്തമായിട്ട് സംസാരിക്കാനും വലിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്ന, അത്രയും എല്ലാവരും ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ എത്രയോ ഒരു വലിയ പൊസിഷനിൽ ആയിരിക്കുമെന്ന് വിചാരിച്ചത്, അത്രയും ടാലൻ്റുള്ള ആ ഒരു നിരുപമ പക്ഷേ 15 വർഷത്തെ കാലയളവിന് ശേഷം 15 വർഷത്തെ ശീലങ്ങൾ ആ ഒരു വ്യക്തിയെ ഒന്നുമല്ലാതെ ആക്കിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വെറും ഒരു സീറോ എന്നുള്ള രീതിയിൽ കൊണ്ടാക്കി നിർത്തിയിരിക്കുകയാണല്ലേ എന്നുള്ളതാണ് കനിഹ ചോദിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം പലപ്പോഴും ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടങ്ങളൊക്കെ കൂടുതലും സ്ത്രീകൾക്കാണ്. പക്ഷെ അവരതൊരിക്കലും അവരുടെ നഷ്ടമായിട്ടോ സാക്രിഫൈസ് ഒന്നും കാണുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടമാണ് കുഞ്ഞിന് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി അവരുടെ പല കാര്യങ്ങളും മാറ്റിവെക്കാൻ അവർ എപ്പോഴും ഒരുക്കം തന്നെയാണ്. പക്ഷെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരമോ അതിൻ്റെ ഒരു പരിഗണനയോ ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കും ബന്ധുക്കൾക്കും മാർക്കിടാനും വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് ഈ സ്ത്രീകൾ മാറുന്നത്. പിന്നെ ഈ സ്ഥിരമായിട്ടിപ്പോൾ ആ ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിൽ കുഞ്ചാക്കോവൻ പറയുന്ന കുറേ വാക്കുകളും ഇതെല്ലാം കേട്ട് ഓരോ ദിവസവും ഈ നിരുപമ എന്നൊരു വ്യക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ എപ്പോഴോ ആ ഒരു പ്രസിഡൻറ്റിനെ കണ്ടിട്ട് തല കറങ്ങി വീഴുന്ന അവസ്ഥയിലേക്ക് വരെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവരുടെ ആ ഒരു ജീവിത രീതി, ആ ജീവിതത്തിലെ ശീലങ്ങൾ കൊണ്ട് ഒരു വ്യക്തി എത്രത്തോളം ഇല്ലാതായി എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ കനിഹേനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു റീതിങ്കിങ് ഉണ്ടാകും. അതാണ് ഈ റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു സിനിമ ഞാൻ ഇപ്പോഴാണ് ഒന്ന് കാണുന്നത് തന്നെ. അപ്പം അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഏതാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു ഈ ഒരു നമ്മുടെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ ഒരു സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി. അതിനുശേഷം മഞ്ജു വാര്യർ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത്
പഴയ ആ ഒരു വ്യക്തി ആയിരുന്നു. ആ പഴയ വ്യക്തി എന്നല്ല, ആ പഴയ ആ ഒരു നിരുപമയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. പിന്നെ അതായത് മൈൻഡ് ബോൾഡ് ആവുകയാണ്. ഒരു പഴയ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ട് പഴയ നിരുപമ എവിടെ പോയി, നിനക്ക് എവിടെയാണ് നഷ്ടം വന്നത്, നീ എവിടെയാണ് ഇല്ലാതായത്, അവിടെ നിന്ന് തുടങ്ങണം. ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു റീപ്രോഗ്രാമിംഗ് ഉണ്ട്. സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്തൊരു ഹസ്ബൻഡ്, മകൾ പോലും തൻ്റെ അമ്മയാണെന്ന് പറയാനായിട്ട് നാണക്കേട് വിചാരിച്ചിട്ട് അമ്മേനെ അല്ലെങ്കിൽ ഭാര്യേനെ ഉപേക്ഷിച്ചിട്ട് അവർ പോവാണ്. ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ അവർ വേറെ ഒരു നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ തിരിച്ചും എന്ന് വെച്ചാൽ നിരുപമയുടെ ജീവിതം എന്ന് പറയുന്ന ഈ ഹസ്ബൻഡ് മകൾ അവർ പറയുന്നുണ്ട് 15 വർഷം അനുഭവിക്കുന്ന സ്വൈര്യക്കേടാണ്, അതില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമേ ഒരു തകർന്നിരുന്ന അവസ്ഥയിൽ നിരുപമ പറയുന്നത്. അതായത് 15 വർഷമായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ ഒരു സ്വൈര്യക്കേടില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്രയും സ്ട്രെസ്, എന്ത് പ്രശ്നങ്ങൾ എത്ര സ്ട്രെസ് വന്നാലും എനിക്ക് ഈ ഹസ്ബൻഡും മകളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് എല്ലാ ഫാമിലിയിലും സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഹസ്ബൻഡ് ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരിക്കും, ഭയങ്കരമായിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവരെ വിട്ടിട്ട് ഉള്ളൊരു ലൈഫില്ല. കാരണം നമുക്ക് അതാണ് ഏറ്റവും വലുതെന്നുള്ളൊരു ചിന്തയിലൂടെയാണ് പോകുന്നത്. പക്ഷേ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് എപ്പോഴും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം വിചാരിക്കും നമുക്കൊരു പ്രശ്നം വന്നാൽ എത്ര പേരുണ്ടാവും, അതിലോരോ പ്രശ്നങ്ങളും മഞ്ജുവാരൊക്കെ ഉണ്ടാകുമ്പോഴും കുഞ്ചാക്കോൻ അതിലൊന്നും ഇടപെടത്തില്ല, സ്വന്തമായിട്ട് നോക്കിക്കോണം, അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു ഹസ്ബൻഡിൻ്റെ രീതികളൊക്കെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോ വാക്കുകളിലൂടെ പറയുമ്പോഴും ഈ മഞ്ജുവാര ഡൗൺ ആയി പോവാണ് കേട്ടോ. ഡൗൺ ആയി എന്ന് വെച്ചാൽ ഇത് ഞാൻ റിലേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ പലരുടെയും ലൈഫിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മുടെ പല കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്നത്, നമ്മൾ സന്തോഷത്തോടു കൂടിയായിരിക്കും വേണ്ടാന്ന് വയ്ക്കുന്നത്, പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ നഷ്ടങ്ങൾ എപ്പോഴും നമ്മുടെ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു നഷ്ടങ്ങളൊന്നും ഒരാൾക്കും ഒരു പ്രശ്നമായിരിക്കത്തില്ല. അതിൻ്റേതായിട്ടൊരു പരിഗണനയോ നമുക്കൊരു അംഗീകാരമൊന്നും ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ അതിനകത്ത് മഞ്ജുവാര്യയുടെ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതെപ്പോഴാണെങ്കിലും നമ്മൾ സാക്ഷാത്കരിക്കും. അതിന് മടിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാരാണ്, മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് എക്സ്ക്യൂസസ് പറയുന്നത് എന്നുള്ളത്. മഞ്ജുവാര്യർ പറയുന്നുണ്ട്, എനിക്കൊരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു, പിന്നെ നീ മകളുണ്ടായി, അപ്പോൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തി നിൻ്റെ ഡ്രീംസ് സാക്ഷാത്കരിക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ എൻ്റെ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചതെന്ന്. അപ്പോൾ മകൾ പറയുന്നതാണ്, അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഉറപ്പായിട്ടും അത് നേടിയേനെ. മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നത്. നമ്മുടെ സാഹചര്യം എന്ത് തന്നെ ആയാലും, കുഞ്ഞുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ വഴികൾ കാണും അല്ലേ. ഇപ്പോൾ നമുക്ക് +2 വരെയുള്ളൂ പഠിത്തം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഗ്രി എടുക്കണം. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു രീതി വരെ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ ഇപ്പോഴൊക്കെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളും പല കോഴ്സുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട് അല്ലേ. അപ്പം നമ്മളൊന്ന് വില്ലിങ് ആവണം, നമ്മളൊരു ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങണം. പൈസയ്ക്ക് കുറവുണ്ടാവും, പക്ഷെ ഒന്നാമത്തെ കാര്യം നമ്മളൊരു ആഗ്രഹിക്കണം, നമുക്കിത് വേണം എന്നുള്ളത്, എനിക്കിത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അതായത് ശക്തമായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മുടെ കൈകളിൽ അത് എത്തും എന്നുള്ളതാണ്. ശക്തമായിരിക്കണം. വേണോ വേണ്ടയോ ആ രീതിയിൽ ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് തരാനായിട്ട് മടിക്കും. യൂണിവേഴ്സും ചിന്തിക്കും, അത് വലിയ ആവശ്യമൊന്നുമില്ല, കൊടുക്കേണ്ട കാര്യമില്ല എന്ന് യൂണിവേഴ്സും ചിന്തിക്കും. സോ നമ്മളുടെ ആഗ്രഹം വളരെ ശക്തമായിരിക്കണം, നമുക്ക് ഇത് വേണം എന്നുള്ളത് ശക്തമായി തോന്നണം. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എത്ര നെഗറ്റീവ് ആയിക്കോട്ടെ, എക്സ്ട്രീം നെഗറ്റീവ് ആയിക്കോട്ടെ, എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരൊന്നും പോസിറ്റീവ് ഒന്നുമല്ല. എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെല്ലാം പോസിറ്റീവ് ഒന്നുമല്ല എന്ന് വെച്ചിട്ട് എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും സാധിക്കാറില്ല. എനിക്ക് നെഗറ്റീവൊക്കെ അടിക്കും, ഞാൻ ചിലപ്പോൾ ഡൗൺ ആയിട്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരണം. നമ്മളൊരു ഫ്ലോ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നെഗറ്റീവായിട്ട് വീണ്ടും നെഗറ്റീവിലേക്ക് തന്നെ പോകാനായിട്ട് നോക്കാതെ, ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം നമ്മുടെ മൈൻഡിലേക്ക്. നോ പൊയ്ക്കോ, നമുക്ക് അടുത്ത ജോലിയുണ്ട്, എനിക്കിതല്ല പണി, എനിക്ക് ഈ നെഗറ്റീവ് ചിന്തിച്ചിരിക്കുന്നതല്ല പണി എന്നുള്ള ഒരു സന്ദേശം നമ്മൾ അപ്പം തന്നെ അങ്ങ് പാസ് ചെയ്തേക്കണം. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ ഞാൻ പറയട്ടെ, നമുക്ക് ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഹസ്ബൻഡോ ഫാമിലിയോ എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ചുറ്റിനും എന്തും ആയിക്കോട്ടെ, നമുക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അത് ഓർത്ത് വിഷമിച്ചിരുന്നാൽ വീണ്ടും ഈ ചിന്തകളിൽ കൂടി നടന്ന് നമ്മൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും, നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുത്ത് ഒന്ന് റെഡിയാക്കുകയാണ് വേണ്ടത്. അതിൽ ഈ ഒരു കനിഹയുമായിട്ട് മഞ്ജു വാര്യർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു ഉണർവുണ്ട്. അതായത് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മഞ്ജു വാര്യർ ചെയ്ത് കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. തള്ളി പറഞ്ഞവരൊക്കെ അഭിമാനമാണെന്ന് പറയുന്ന കുറേ നിമിഷങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാ സ്ത്രീകളുടെയും ലൈഫിൽ നമുക്ക് മനസ്സിനൊരു ധൈര്യം ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ എന്ത് കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആ ഒരു ഫിലിം. അപ്പം എനിക്കത് കൂടുതൽ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഫിലിമിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു ഇത് റിലീസായത്, ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോഴാണ് ആ ഒരു ഫിലിം കുറേയൊക്കെ ഇരുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത്. ഞാൻ അന്നേരം മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ഓയിലൊക്കെ ഒന്ന് ചെയ്തിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നിരുന്ന് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പം ആ ഒരു ഫിലിം നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അതിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ മൈൻഡിലൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അതായത് ഞാൻ ഇത് പറഞ്ഞു, 15 വർഷത്തെ ശീലങ്ങളാണ് നിന്നെ മാറ്റിയെടുത്തത്. അത് ഇത്രയധികം മാറ്റിയെടുത്തു അല്ലേ എന്നുള്ളത് ശരിയല്ലേ, സത്യം. അതായത് നമുക്ക് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ടോപ്പായിട്ട് പഠിച്ചിരുന്നു, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു, എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു, ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞു, വേറൊരു ലൈഫായി, ഇപ്പം ഞാൻ ഒന്നും അല്ലാതായി എന്നുള്ളത് പലർക്കും ഭയങ്കര വിഷമമാണ്. കാരണം സ്വന്തം കഴിവുകളും സ്വന്തം അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ വിട്ട് കളയുന്നത് ചിലപ്പം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫാമിലിക്കും കൂടെ ഉള്ളവർക്കും കൂടി വിട്ട് കളയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വിട്ട് കളഞ്ഞിട്ടും നമുക്ക് ഒരു അംഗീകാരവും തരാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ അവഗണിക്കപ്പെടുമ്പോൾ നമുക്ക് അപ്പോഴൊക്കെ ആയിരിക്കും ഇതൊക്കെ എത്ര വലിയ നഷ്ടങ്ങളാണെന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അതൊക്കെ ലൈഫിൽ വേണം. അല്ലാതെ ഒന്നിനും വേണ്ടി ഒന്നും വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ മൾട്ടി ടാസ്കിംഗ് ആണ്. പുരുഷന്മാരെ പോലെയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പവറുണ്ട് അല്ലേ. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എല്ലാവർക്കും ഉണ്ട് ആ ഒരു പവർ നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ പ്രൗഡ് ഫീലായിരിക്കും അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം വിട്, നമ്മളെ അവഗണിച്ച, നമ്മളെ കളിയാക്കിയ കുറേ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് അഭിമാനമല്ലേ അവരുടെ മുന്നിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിലും അച്ചീവ് ചെയ്തിട്ട് മുന്നിൽ പോയി നിൽക്കുമ്പോൾ. അപ്പം അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഒരാളും ഡൗൺ ആവുമൊന്നും വേണ്ട. ഒരുപാട് കമൻസുകൾ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ റിപ്ലൈ തരും എന്തായാലും, കുറച്ച് ലേറ്റ് ആയാലും. അതുകൊണ്ട് ഒന്നും ലേറ്റ് ആയാലും ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, എനിക്കത് വീണ്ടും കണക്ട് ചെയ്യാൻ തോന്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫിലിം കാണാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതായത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് തോന്നുന്നത്, ഒരു പോസിറ്റീവ് ഫീൽ തോന്നും. അപ്പോൾ ഈ ഒരു ഫിലിമിൽ ഇത്രയൊക്കെ ഫാക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഇനി കണ്ടാൽ ചിലപ്പോൾ തോന്നും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഫിലിം കാണണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം അത്രയും ശക്തമായിരിക്കുക. നമ്മുടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ഈ പരദൂഷണവും കുറ്റം പറച്ചിലതൊക്കെ അതായിരിക്കരുത് ശക്തമായിട്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത് എന്ത് ശക്തമായിട്ടിരിക്കണം. എൻ്റെ പോസിറ്റീവ് എനർജിയാണോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണോ, എൻ്റെ എയിംസാണോ, എൻ്റെ ഗോൾസാണോ, എൻ്റെ വിഷ് ലിസ്റ്റാണോ ശക്തമായിട്ടിരിക്കേണ്ടത്, അതോ എൻ്റെ ചുറ്റിനുമുള്ള ഈ കുറ്റം പറച്ചിലും എന്നെ കളിയാക്കുന്ന ഇവരുടെ ഈ വാക്കുകളും എന്നെ ബ്ലെയിം ചെയ്യുന്ന ഈ വാക്കുകളൊക്കെയാണോ ശക്തമായിട്ടിരിക്കേണ്ടത്? ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ മൈൻഡ് അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവരെ ആരെയും മൈൻഡ് ചെയ്യണ്ട, ഒരാളെയും മൈൻഡ് ചെയ്യണ്ട. ഹസ്ബൻഡ് പ്രവാസിയായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഒരു പ്രവാസികളുടെ ഭാര്യ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എനിക്ക് അവർ സപ്പോർട്ടില്ല, ഇവർ സപ്പോർട്ടില്ല, നമ്മുടെ സപ്പോർട്ട് നമ്മളെ തന്നെയാണ്. മനസ്സിലാക്കുക. അവരൊക്കെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരാളിലും ഒരുപാട് അങ്ങ് വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ് നിർത്തി വെക്കുകയും വേണ്ട.
അങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റത്തൊന്നുമില്ല. എല്ലാവരും ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ ആകുമ്പോൾ അങ്ങ് പോവും, ചിലപ്പം നല്ല പോവും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും എപ്പോഴും വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ ട്രസ്റ്റ് ചെയ്യുക. എന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മാത്രമാണ്. ആ ഒരു വിശ്വാസം എപ്പോഴും ഉള്ളിലിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും പോസിറ്റീവ് എനർജി മാത്രം മനസ്സിന് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുന്നേയൊക്കെ നമ്മുടെ വിഷ് ലിസ്റ്റും അഫർമേഷൻസൊക്കെ എഴുതുക. വിഷ് ലിസ്റ്റിൽ എന്നും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. നമ്മൾ ആലോചിക്കാനായിട്ടാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ 100 അതിലും ഒരുപാടുണ്ട്. ഒരു ബിരിയാണി കഴിക്കണം തോന്നുവാണ്, അതും നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അങ്ങ് എഴുതിക്കോളാം. കുഴിമന്തി കഴിക്കണം, അതും വിഷ് ലിസ്റ്റിൽ എഴുതിക്കണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം എഴുതിക്കോണം. ആഗ്രഹങ്ങളുടെ ആ ലിസ്റ്റ് അങ്ങ് വർദ്ധിച്ച് വരട്ടെ. എന്നാൽ അതിൽ നിന്ന് ഓരോന്നായിട്ട് സാധിച്ചിട്ട് അങ്ങ് വെട്ടി കളയണം. അപ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ടല്ലോ, ഭയങ്കരമാണ്. ആദ്യമേ ചെറിയ ആഗ്രഹങ്ങളിൽ തുടങ്ങുക. അപ്പോൾ നമ്മുടെ ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് സിസ്റ്റം നന്നായിട്ട് വർദ്ധിച്ചു വരും. സോ നമുക്ക് പതുക്കെ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആഗ്രഹം ശക്തമായിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു നെഗറ്റിവിറ്റിയിലൊന്നും വീണ് പോകാൻ പാടില്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിരിക്കണം. ഒന്നിനും നമ്മളെ വീഴ്ത്താൻ പറ്റിയല്ല. ആരെന്ത് പറഞ്ഞാലും തളർന്നിരിക്കരുത്. ഒന്നെങ്കിൽ അതിനൊരു മറുപടി കൊടുത്തേക്കുക, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകണം. അതാണ് വേണ്ടത്. നിങ്ങളതിന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കേട്ടു, അതിന് നിങ്ങൾക്കൊരു മറുപടി കൊടുത്താൽ നിങ്ങൾ ഓക്കെ ആകും എന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുത്തേക്കണം. ഓക്കെ, അത് അറിയിക്കുന്നവർക്ക് ഒരു മറുപടി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ മിണ്ടാതെ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ഇരിക്കണം, മിണ്ടാതെ പോവാം. പക്ഷെ മിണ്ടാതെ പോയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയല്ലോ എന്നുള്ള വിഷമത്തിലിരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും എന്ത് ചെയ്യണം എന്നുള്ള. ഏതൊരു സിറ്റുവേഷനിലും എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളോട് നമ്മുടെ മനസ്സ് തന്നെ പറയും. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. മെഡിറ്റേഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഹൗ ഓൾഡ് ആർ യു എന്നുള്ളൊരു ഫിലിം നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. ആൻഡ് നമുക്കത് നമ്മുടെ ലൈഫിലേക്ക് പകർത്താനുമുണ്ട്. താങ്ക് യു.